ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയോ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നേരത്തെ സംഗീതം പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ പിൻഭാഗത്തായിട്ട് നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ഈ റൂമിൽ ഭിത്തിക്കപ്പുറം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എൻ്റെ ശബ്ദത്തിനേക്കാൾ ഉപരി ചെറിയ മഴയാണെങ്കിൽ മഴയുടെ ശബ്ദമായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക. എങ്കിലും ഞാൻ എൻ്റെ വിശേഷം പങ്കുവയ്ക്കുന്നത് വേറൊന്നുമില്ല. ബോഡി ഷേമിങ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം. അപ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നിറം പറയുകയാണെന്നുണ്ടെങ്കിൽ കറുത്തിട്ടും വെളുത്തിട്ടും അതുപോലെ തന്നെ ശരീരം തടിച്ചിട്ടും മെലിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും അല്ലേ. അതിപ്പോൾ നമ്മൾ വേണം എന്ന് വെച്ചുണ്ടാക്കുന്നതല്ല, നമുക്ക് സ്വയം നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. വേണം വെച്ചിട്ട് തടിക്കാൻ ചിലപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ അധികം കഴിച്ചാൽ ഉണ്ടാകുമായിരിക്കും. അതല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും അല്ലെങ്കിൽ നിറം ഒക്കെ നമുക്ക് ജന്മന കിട്ടുന്നതാണ് അല്ലേ. അച്ഛനും അമ്മയും വെളുത്തിട്ടുള്ള അവരുടെ കുട്ടികൾ ചിലപ്പോൾ കറുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നല്ല കറുത്ത അച്ഛനും അമ്മയ്ക്കും നല്ല വെളുത്ത കുട്ടികൾ, സുന്ദരികളായ കുട്ടികൾ, സുന്ദരന്മാരായ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല. ഇന്നലെ ഞാൻ യൂട്യൂബ് ഓണാക്കിയ സമയത്ത് ചെറിയൊരു ഷോർട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ആരാ എന്തോന്നും അറിയില്ല, ഒരു കല്യാണ വേഷത്തിലുള്ള വധുവിനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കെന്തോ ഭംഗി തോന്നി. ഇത്തിരി തടിയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കുട്ടി. അതുപോലെ മേക്കപ്പ് ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലും എല്ലാം സിമ്പിളായിട്ടാണെങ്കിലും പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ച കാണുക. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഓണാക്കിയിട്ട് കമൻറ്റ് സെക്ഷനൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നിറച്ചും നെഗറ്റീവായിട്ട് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. തടിച്ചയാണ്, ഇയാൾ പണം കണ്ടിട്ട് കെട്ടിയതാണ്, പറമ്പറത്തിന് എഴുതുന്ന കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ട് ഞാനൊന്ന് പങ്കുവച്ചു. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ശരീരം തടിച്ച് വരുന്നതിന് നമ്മുടെ മാത്രം കിട്ടില്ല, ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രമല്ല, PCOD അതുപോലെ ഹോർമോൺ ചേഞ്ചസ് അങ്ങനെ പല വിധ പ്രശ്നങ്ങളും ഇന്ന് നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഒരുപാട് പെൺകുട്ടികൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവർ തടിച്ച് മന്ദിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് നമ്മുടെ കുറ്റല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളെ കൊണ്ടുണ്ടാകുമ്പോൾ ആ കേൾക്കുന്ന പെൺകുട്ടികൾക്ക് അതൊരു വിഷമം തന്നെയാണ് അല്ലേ. അപ്പം പലരും അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തടിച്ച കുറ്റം, മെലിഞ്ഞ കുറ്റം, എല്ലാത്തിനും കുറ്റങ്ങളാണ് അല്ലേ. അപ്പം മെലിഞ്ഞു കഴിഞ്ഞാൽ അതും പറയും, ഈ കുട്ടിക്ക് എന്താ തിന്നാനൊന്നും കൊടുക്കണില്ലേ, വീട്ടിൽ നിന്ന് തിന്നണമെന്നില്ലേ, കുട്ടി അച്ഛനമ്മ എന്താ കുട്ടിനെ കവറ് കൊടുത്ത് മേടിച്ചതാണോ, കുട്ടിക്ക് തിന്നാൻ കൊടുക്കണില്ലേ, ഒക്കെ അച്ഛനമ്മയാണോ തിന്നണത്, എന്താ അതുകൊണ്ടാണോ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. തടിച്ചു കഴിഞ്ഞാൽ പറയും, ഇത് എവിടുന്ന റേഷൻ, വീട്ടിലുണ്ടാക്കുന്ന മുഴുവൻ തിന്നുണ്ട് തോന്നുന്നു, വീട്ടിലാർക്കും ഭക്ഷണം മിച്ചം വെക്കണില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലും കാണാം. അതുപോലെ ഒരുപാട് രീതിയിൽ പല രീതിയിൽ പറഞ്ഞിട്ടും കളിയാക്കുന്നതും കാണാം കേട്ടോ. അപ്പോൾ കളിയാക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള ഈ PCOD അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് തടിച്ചു വരുമ്പോൾ അത് ആരുടെയും കുറ്റമല്ല. നമുക്കും മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, അത് മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചേഞ്ചുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആരുടെയും കുറ്റമല്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ ഒരുപാട് തിന്നിട്ടല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ തടിക്കാത്ത കുട്ടികളെ കണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനും ഒരുപാട് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ലപോലെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഹോർമോൺ ചേഞ്ചസ് കാരണം ഞാൻ കുറച്ചൊക്കെ തടിച്ച് വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ചൊന്ന് തടി കുറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കുള്ള ഓട്ടം പാർച്ചലും കാര്യങ്ങളും ടെൻഷനൊക്കെ ആയപ്പോൾ ഞാനും കുറഞ്ഞു. അപ്പോൾ എന്നെ ആദ്യമൊക്കെ കണ്ടിട്ടുള്ളവർ ഇപ്പോൾ കാണുമ്പോൾ ചോദിക്കും, അയ്യോ തന്നെ തടിച്ചുല്ലോ, ഇങ്ങനെ തടിക്കുന്നത് ചിന്തിച്ചില്ല എന്നൊക്കെ പറയും, എന്നോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ തടിയില്ലാത്ത സമയത്ത് എൻ്റെ അച്ഛനോട്, ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ മെലിഞ്ഞ കുട്ടി തന്നെയായിരുന്നു, തീരെ മെലിഞ്ഞ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനോട് എല്ലാവരും വന്നിട്ട് എന്താ കുട്ടിക്കൊന്നും കൊടുക്കണില്ലേ, എന്താ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ അച്ഛനത് കുറേ കേൾക്കുമ്പോൾ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുട്ട അന്ന് തൊട്ട് ഇന്നും എനിക്ക് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മുട്ട ഒരുപാട് ഞാൻ കഴിക്കും. അച്ഛൻ നാടൻ മുട്ട എത്ര എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ഞാൻ മുട്ട ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചേച്ചിമ്മയൊക്കെ പറയും, ചിലപ്പോൾ അപ്പൊക്കെ കഴിച്ചാൽ നീ ധാരാളം മുട്ട കഴിച്ചിട്ടുണ്ട്, അതൊക്കെ എപ്പോഴാവും നമുക്ക് ശരീരം തടിച്ച് വരുന്നതെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രയും മെലിഞ്ഞിരിക്കുന്ന എന്നോട് അച്ഛൻ അവസാനം ഗതി കെട്ടിട്ട് ചോദിക്കേണ്ടായിട്ടുണ്ട്, എൻ്റെ കുട്ടിയെ ഞാനും എൻ്റെ മേത്ത് ഇത്തിരി മണ്ണ് വാരി പൊട്ടി തേക്കട്ടെ എന്ന്. അത്ര ഗതി കെട്ടിട്ടായിരിക്കും അച്ഛനത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലേ. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ കുട്ടികളായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയണില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ മാനസിക വിഷമം എന്താണെന്ന് നമുക്കറിയണില്ല. പക്ഷേ
ഇപ്പം ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇപ്പം നമുക്കറിയാം, നമുക്ക് പ്രായമായി, അതനുസരിച്ച് നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങളും പറയുന്നതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിൻ്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ തടിയില്ലെങ്കിൽ അങ്ങനെ പറയും, തടിച്ചൊരു കുട്ടിയാണെന്ന് വെച്ച് പറയും, ഔ എന്തൊരു ഇടുമ്പി കുട്ടി അത്, അല്ലെങ്കിൽ എന്താ നല്ല പൊണ്ണക്കം കുട്ടിയാണ്, അത് നന്നായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാന്ന് പറയും. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളായി കല്യാണപ്രായമായാലും അങ്ങനെ ആ കുട്ടികളായി പറയുന്നത്. അതുപോലെ മെരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ പറയും, ഓ എന്തത് എല്ല് ഒരു കോലുമ്പോൾ തുണി ചുറ്റിയ പോലെയുള്ളൂ, അങ്ങനെയാണ് കാണാൻ തന്നെ എന്തെന്നാ പറയുക, അത്ര എന്തെന്നാ രാഷ്ട്രീയമായിട്ടുള്ളൊരു രൂപം, അങ്ങനെ പറയും. തടിച്ചിട്ടുള്ള ഒരാഴ്ച ഇരു രീതിയിലും പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമം തന്നെ, നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതല്ലോ, അപ്പോൾ അതുകൊണ്ട് വിഷമം തന്നെയാണ്. അതുപോലെ തന്നെ അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് കളിയാക്കി പറയുക. അവളുടെ കയ്യിലിരിക്കൊണ്ട അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കൊണ്ട അസുഖങ്ങൾ വന്നത്, അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ തന്നെ വരും, ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ പലരും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെയും പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നെ അസുഖങ്ങൾ വലിയ വലിയ അസുഖങ്ങൾ എന്ന് പറയും, മറ്റുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുന്നത് കയ്യിലിരിപ്പോട്ടെ തന്നെയാണ് പറയും. ഷുഗറുള്ള ആൾക്കാർ തന്നെ ഒരുപാട് കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിലും പണം കയ്യിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നേരവണ്ണം ഭക്ഷണം കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ മനുഷ്യന്മാർ തിന്നണ പോലെ തിന്നണമെന്നുണ്ടെങ്കിലും മനസ്സ് നന്നാവണം, എന്നാലാണുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ കളിയാക്കും പുച്ഛിക്കും ചെയ്ത വ്യക്തികൾക്ക് ഇന്ന് ഷുഗർ വന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കാനൊന്നും ചെല്ലണില്ല. അല്ലെങ്കിൽ നമ്മൾ എന്നല്ല, വേറെ അപ്പോൾ ആരെന്നെ പറഞ്ഞാൽ അവർ തിരിച്ച് ചോദിക്കാനൊന്നും ചെല്ലണില്ല. പക്ഷേ അസുഖം വരുന്നതും ആരുടെയും കുറ്റമല്ല. അപ്പോൾ ഇതൊക്കെ ഈ അസുഖങ്ങളൊക്കെ ഓരോരുത്തർക്കും ഇന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഇന്നതുപോലെ സംഭവിക്കുകയാണ്. അതൊക്കെ നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഓരോന്നും സംഭവിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ സുഖം ഉണ്ടാവുമോ? ഇല്ല. എല്ലാവർക്കും ജീവിതത്തിൽ ദുഃഖമാണോ? അല്ല. സുഖം ദുഃഖമൊക്കെ മാറി മാറി വരും. ചിലവർക്ക് നല്ല സമാധാനം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ജനിക്കുമ്പോൾ നമുക്ക് തലവര എന്ന് പറയുന്ന പോലെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ആരും പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ആരെയും കളിയാക്കിയിട്ടോ കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ കളിയാക്കുന്നവർ ഒന്ന് ചിന്തിക്കണം, എല്ലാം തികഞ്ഞവർ ആരുമില്ല കേട്ടോ. ഈ കളിയാക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള പോരായ്മകളുണ്ട്. എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയും, ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ, ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കളിയാക്കുമ്പോൾ അത് ചിന്തിക്കുക. തമാശയ്ക്ക് നമ്മൾ പരസ്പരമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം, നീ എന്താടി അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് എന്താടി ഇങ്ങനെയൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. അത് തമാശ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നവരാണെച്ചാൽ തന്നെ കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് ചിലപ്പോൾ അതൊക്കെ മാനസികമായിട്ടൊരു വിഷമം തന്നെ വരും. നമുക്ക് നമ്മുടെ അനിയത്തിയോടോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനോടോ ഒക്കെ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചോദിക്കാം. കാരണം നമ്മൾ നമ്മുടെ എന്ന് ചിന്തിച്ച് പെരുമാറുമ്പോൾ നമുക്കതൊക്കെ ചോദിക്കാൻ പറ്റും. അല്ലാത്ത രീതിയിൽ കളിയാക്കുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. നിന്നെ കാണാൻ ഭംഗിയില്ല, നീ കറുത്തിട്ടാണ്, നിൻ്റെ കോലം എന്താ ഇങ്ങനെ, മെലിഞ്ഞിട്ടാണെങ്കിലും തടിച്ചിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ, അയ്യോ നിന്നെ കണ്ട് നീ നിൻ്റെ മേത്തും തട്ടെടുത്തിട്ട് നിൻ്റെ കയ്യൊന്ന് തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പണി കഴിയും, അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ കളിയാക്കുക. പക്ഷേ അതൊക്കെ നമ്മൾ കൂട്ടുകെട്ടായിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് അവർ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അത് പ്രശ്നമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അല്ലാത്തവരെ നമുക്ക് അറിയുക പോലും ഇല്ലാത്തവരെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അത് ഒരു വിഷമം തന്നെയാണ് അല്ലേ, മാനസികമായിട്ടൊരു വിഷമമാണ്. അസുഖബാധിതരാണിത് എന്നുവെച്ചാൽ ഹോർമോൺ ചേഞ്ചസ് ആണെങ്കിലും PCOD ആണെങ്കിലും ഒക്കെ ഓരോ അസുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് പല കാര്യങ്ങളെ കൊണ്ടും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. ആരും ആരുടെ ഇഷ്ടത്തിനല്ലല്ലോ ശരീരം തടിക്കുന്നതും ശരീരം മെലിയുന്നതും അല്ലെങ്കിൽ നിറം കറുപ്പും വെളുപ്പൊക്കെ ആവുന്നതും ആരുടെ ഇഷ്ടങ്ങളെ കൊണ്ടല്ലല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ മാറ്റങ്ങൾ വരുത്താൻ പറ്റിച്ചാൽ ഇന്ന് നമ്മൾ ആരാ. അപ്പോൾ ഇതൊന്ന് എനിക്ക് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങേലെ വെള്ളിയാഴ്ച ഇങ്ങേലും വരും എന്നൊക്കെ പറയില്ലേ പണ്ടുള്ളവർ. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇന്നൊരാളെ നമ്മളങ്ങനെ കളിയാക്കി എന്നിട്ട് നാളെ നമുക്ക് വന്നതായതല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനതൊന്ന് പങ്കുവെച്ചു, എനിക്കൊന്ന് പങ്കുവെക്കണം തോന്നി.
അത് കണ്ടപ്പോൾ. കാരണം ഒരുപാട് പേര് ആ വീഡിയോ കണ്ടത് കൊണ്ടാണ് ഇപ്പോൾ ഞാനത് പങ്കുവെച്ചത്. പക്ഷേ ഒരുപാട് പേരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടും ആണ് ഞാനത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, അസുഖമായിട്ട് വരുന്നവർക്ക് അവർക്കത് വരണം, അല്ലെങ്കിൽ അവരുടെ എന്തായിരുന്നു അഹംഭാവം, അവൾക്ക് അഹംഭാവം അത്രയ്ക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖം വന്നില്ലെങ്കിലാ പിന്നെ അതിശയം, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പങ്കുവെച്ചത് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ അവനവൻ്റെ മന്തുകാലം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവർക്ക് മന്തുകാലെന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അവനവൻ്റെ രോഗങ്ങളായിക്കോട്ടെ, അവനവൻ്റെ ഇല്ലായ്മകളായിക്കോട്ടെ, അവനവൻ്റെ പോരായ്മകളായിക്കോട്ടെ, അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മകളെ എടുത്തു കാണിക്കാനും മറ്റുള്ളവരുടെ പോരായ്മകളെയും ഇല്ലായ്മകളെയും വിളിച്ചു പറയാനും വലിയ സന്തോഷമാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൂടുതൽ. കളിയൊക്കെ പറയുന്ന പോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജനലിൽ കൂടെ അപ്പുറത്തെ വീട്ടിലേക്കാണ് നോക്കുക, അടുത്ത വീട്ടിലെ കറണ്ട് പോയോ എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ മനുഷ്യ സഹജമാണ് ഇതെല്ലാം. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് കൊണ്ടോ ഇതൊന്നും മാറ്റം വരില്ല. എങ്കിലും ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ വന്നാൽ നല്ലൊരു കാര്യമല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.